അമൃതവചനം. ക്ഷമയും ഉത്സാഹവും. ജീവിതത്തിലെ ഏതു രംഗത്തും വിജയം നേടാൻ ആവശ്യമായ ഒരു ഗുണമാണ് സ്ഥിരോത്സാഹം. പ്രതിബന്ധങ്ങളോ തിരിച്ചടികളോ നേരിടേണ്ടി വന്നാലും നമ്മൾ പിന്തിരിയരുത്. സ്ഥിരോത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. പരാജയങ്ങൾ നേരിട്ടാലും നിരാശരാകരുത്. സ്ഥിരോത്സാഹി വിജയിക്കുക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും ഈശ്വരൻ ഓരോരോ അഭിരുചികളും കഴിവുകളും നൽകിയിട്ടുണ്ട്. പരിശ്രമം കൊണ്ട് ആ കഴിവുകളെ ഉണർത്താനും വളർത്താനും നമുക്ക് കഴിയും. ശ്രദ്ധയും സ്ഥിരോത്സാഹവും ചിട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. വീടുകളിൽ ചെന്ന് സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഒരാളുടെ ഉദാഹരണമെടുക്കാം. അയാൾ വിൽക്കാനായി കൊണ്ടുവന്ന സാധനങ്ങൾ ആവശ്യമില്ല എന്ന് വീട്ടമ്മ എത്ര പറഞ്ഞാലും അതെല്ലാം ക്ഷമയോടെ കേട്ട് അയാൾ തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങൾ ഒന്നുകൂടി വിവരിച്ച് അത് വിൽക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഇതുപോലുള്ള മറ്റുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത് അത്തരത്തിലുള്ളതല്ല, ഇത് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ളതാണ് എന്നൊക്കെ തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ മികവ് എടുത്തു കാട്ടും. എന്നിട്ടും ആ വീട്ടമ്മ താല്പര്യം കാണിച്ചില്ലെങ്കിൽ അയാൾ പറയും, ഒരു തവണ ഇതൊന്ന് ഉപയോഗിച്ചു നോക്കൂ, നിങ്ങൾക്കൊരിക്കലും ഖേദിക്കേണ്ടി വരില്ല. അടുത്ത തവണ നിങ്ങൾ തന്നെ എന്നെ വിളിച്ചു വരുത്തി ഇത് പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കും. താൻ പോകുന്ന വീടുകളിലെ ആളുകൾ അയാളെ അവഗണിക്കുകയോ കളിയാക്കുകയോ ചെയ്താലും അയാളുടെ ഉത്സാഹം ഒട്ടും കുറയില്ല. വീട്ടുകാർ മോശമായി പെരുമാറിയാലും അയാൾ അവസാനം വരെ വിനയം കൈവിടാതെ അവരെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെയുള്ള വിനയവും ക്ഷമയും ഉത്സാഹവും നമ്മളും വളർത്തിയെടുക്കണം. ചിലർക്ക് ഉത്സാഹം ഉണ്ടാകും, പക്ഷേ ക്ഷമയുണ്ടാകില്ല. മറ്റു ചിലർക്ക് ക്ഷമയുണ്ടായിരിക്കും, എന്നാൽ ഉത്സാഹം ഉണ്ടാകില്ല. പ്രത്യേകിച്ചും യുവാക്കൾ 90% ഉത്സാഹമുള്ളവരാണ്. എന്നാൽ അവർക്ക് അത്ര കണ്ട് ക്ഷമയും വിവേകവും വിനയവും കാണാറില്ല. എന്ത് കേട്ടാലും എടുത്തുചാട്ടമാണ്. അത് കാരണം അവർക്ക് മിക്കപ്പോഴും ഉദ്ദേശിച്ചത് നേടാനാവില്ല. എന്നാൽ 60-70 വയസ്സായ പലർക്കും നല്ല ക്ഷമയുണ്ടാകും. അവർ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ക്ഷമയും വിവേകവും വിനയവും നേടി. പക്ഷേ അവർക്ക് ഉത്സാഹമില്ല. കാരണം ശരീരത്തിൻ്റെ ശക്തി നഷ്ടമായി. മനസ്സ് വിചാരിക്കുന്നത് പോലെ ശരീരത്തിന് പ്രയത്നിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മളൊരു കൊച്ചു കുട്ടിയിലേക്ക് നോക്കുക. കുട്ടിക്ക് ഉത്സാഹവും ക്ഷമയുമുണ്ട്. പിച്ച വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞ് എത്രയോ പ്രാവശ്യം വീഴുന്നു. എത്ര വീണാലും അവൻ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. ഉടനെ എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ ശ്രമിക്കുന്നു. വീഴ്ചയിൽ മുറിവോ ചതവോ പറ്റിയാലും അവൻ ശ്രമം വിടുന്നില്ല. ഉത്സാഹവും ക്ഷമയും കൈവിടാതെയുള്ള ശ്രമത്തിൻ്റെ ഫലമായി അവൻ നടക്കാൻ പഠിക്കുന്നു. ഒന്നിനു പുറകെ മറ്റൊന്നായി പരാജയം നേരിടുമ്പോഴും മനസ്സ് തളരാതെ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഉത്സാഹത്തോടെ നിരന്തരം പ്രയത്നിക്കാനുള്ള കൊച്ചു കുട്ടികളുടെയും മനസ്സാണ് നമ്മളും വളർത്തിയെടുക്കേണ്ടത്. ഈ ക്ഷമയും ഉത്സാഹവും ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ സാധിച്ചാൽ എല്ലാം നമ്മളിൽ എത്തിച്ചേരും. കാരണം ക്ഷമയും ഉത്സാഹവുമാണ് ജീവിത വിജയത്തിന് ആധാരം.